ഹൗ ഈസി ഈസ് ആത്മവിചാര ഫോർ സമൺ ഹു ഹാസ് എക്സ്പീരിയൻസ്ഡ് ട്രോമ ഇൻ ലൈഫ്? ജീവിതത്തിൽ ട്രോമ, ആഘാതം അനുഭവിച്ച ഒരാൾക്ക് ആത്മവിചാരം എത്രത്തോളം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം. വെൻ ഐ പ്രാക്ടീസ് ആത്മവിചാര, ഐ ഫൈൻഡ് മൈസെൽഫ് ഡിസ്ട്രാക്റ്റഡ് ബൈ അൺഹീൽഡ് പാർട്സ് ഓഫ് മൈ മൈൻഡ്. ഞാൻ ആത്മവിചാരം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അൺഹീൽഡ് ആയിട്ടുള്ള സുഖപ്പെടാത്ത ഭാഗങ്ങളുണ്ട്, അതെന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രോമയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് ഈ ചോദ്യത്തിൽ നിന്ന്. സമാനമായ മറ്റൊരു ചോദ്യം ഇവിടെ ഉണ്ട്, അതിനുശേഷം രണ്ടും പറയാം. സെൽഫ് എൻക്വയറി ഡസൻ സീം ഫ്രൂട്ട്ഫുൾ ഫോർ മീ. എനിക്ക് സെൽഫ് എൻക്വയറി കൊണ്ട് വല്ലാത്ത പ്രയോജനമൊന്നും കാണുന്നില്ല. മൈ മൈൻഡ് ഇസ് കൺസ്യൂംഡ് വിത്ത് തോട്ട്സ് അബൌട്ട് എസ്കേപ്പിംഗ് മൈ കറണ്ട് സർക്കംസ്റ്റാൻസസ്. പല വിഷയങ്ങളും ഇപ്പോഴുണ്ട്, അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കിടക്കുക എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നീദർ സെൽഫ് എൻക്വയറി നോർ ദ കോൺസെപ്റ്റ്സ് ഓഫ് നോ ബോഡി ഓർ നോ മൈൻഡ് സീം ടു ഓഫർ എനി റിലീഫ്. ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ആത്മവിചാരത്തിൻ്റെ പല വഴികൾ, ഇതൊന്നും എനിക്ക് റിലീഫ് തരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മഹർഷി പറയുന്നു, ദോസ് അൺഫിറ്റ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ മസ്റ്റ് പ്രാക്ടീസ് മെഡിറ്റേഷൻ. ആത്മവിചാരം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്മാറേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ വേണ്ടത്? മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ ഓൺ ഫോംസ് ഓർ കോൺക്രീറ്റ് ഓബ്ജക്ട്സ് ഇസ് സെറ്റ് ടു ബി ധ്യാന. ഇവിടെ മെഡിറ്റേഷൻ്റെ മീനിങ് എന്താണ്? ധ്യാന എന്നാണ്. ധ്യാനത്തിൽ എന്താ ഉപയോഗിക്കുന്നത്? വി യൂസ് ഫോംസ്, രൂപങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. കുറച്ചുകൂടി ഈസി ആണല്ലോ അതല്ലേ? കോൺക്രീറ്റ് ആയിട്ടുള്ള ഓബ്ജക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നു, വസ്തുക്കൾ ഉപയോഗിക്കുന്നു. മെഡിറ്റേഷൻ ഓൺ ഫോംസ് ഓർ കോൺക്രീറ്റ് ഓബ്ജക്ട്സ് ഇസ് സെറ്റ് ടു ബി ധ്യാന, whereas the inquiry into the self is vichara, inquiry. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പല കാരണങ്ങളാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ മഹർഷി തന്നെ പറയുകയാണ്, എന്താ വേണ്ടത്? ജസ്റ്റ് പ്രാക്ടീസ് മെഡിറ്റേഷൻ. ട്രഡീഷണൽ ഫോംസ് ഓഫ് മെഡിറ്റേഷൻ പലതും ഉണ്ടല്ലോ, പലതരം മെഡിറ്റേഷൻസ് ഉണ്ടല്ലേ. നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായി തോന്നുന്നത് അത് ചെയ്യാം. ട്രഡീഷണൽ കൂടാതെ മോഡേൺ ഫോംസ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ട്, മൈൻഡ്ഫുൾനെസ് ഒക്കെ അതിൽ വരുന്നതാണ്. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. നമ്മൾ മൈൻഡ് പ്ലസിൽ സെഷൻസ് നടത്തുന്ന അവിടെയൊക്കെ പലതരം മെഡിറ്റേഷൻസാണ് ഉള്ളത്. ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാം. NLP കോഴ്സ് നടത്തുമ്പോൾ അതിലൊക്കെ പല പല ടെക്നിക്സ് ഉണ്ട്, മനസ്സിലുള്ള ടൂൾസാണ്, അതും ചിലപ്പോൾ പ്രയോജനപ്പെടും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയാണ്, മനസ്സിനെ ശാന്തമാക്കാനാണ്. അപ്പോൾ മനസ്സ് ശാന്തമായാൽ മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ആത്മവിചാരം എളുപ്പത്തിൽ നടക്കൂ എന്നതിൻ്റെ ഒരു ധ്വനിയുണ്ട് ഇവിടെ അല്ലേ. ആ മനസ്സ് ശാന്തമായിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ പല പ്രശ്നങ്ങളും എൻ്റെ ലൈഫിലുണ്ട്, അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് എങ്ങനെ ഞാൻ എസ്കേപ്പ് ചെയ്യുക എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുള്ളപ്പോൾ ചിലപ്പോൾ ആത്മവിചാരം നടന്നോളന്നില്ല. അപ്പോൾ എന്ത് വേണം? മനസ്സിനെ ശാന്തമാക്കണം. മനസ്സിനെ ശാന്തമാക്കാൻ എന്താ വേണ്ടത്? എന്തെങ്കിലും ധ്യാനത്തിൽ ഏർപ്പെടുക. ഡു സം ഫോംസ് ഓഫ് മെഡിറ്റേഷൻ ആണ് മഹർഷി പറയുന്നത്. ധ്യാന മീൻസ് ഫൈറ്റ്. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണെന്ന് പറയുന്നു. ആസ് സൂൺ ആസ് യു ബിഗിൻ മെഡിറ്റേഷൻ അതർ തോട്ട്സ് വിൽ ക്രൗഡ് ടുഗെദർ. ധ്യാനം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ചിന്തകളെല്ലാം കൂടി ഒരുമിച്ച് കൂടും. ഗ്യാദർ ഫോഴ്സ് ആൻഡ് ട്രൈ ടു സിങ്ക് ദ സിംഗിൾ തോട്ട് ടു വിച്ച് യു ട്രൈ ടു ഹോൾഡ്. ഈ ചിന്തകളെല്ലാം കൂടി ശക്തി ശേഖരിച്ച് നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും, ഒരു ഫോം ഉണ്ടാവും, നിങ്ങൾ അതിൽ പിടിച്ചുകൊണ്ട് നിൽക്കാനാണ് നോക്കുന്നത്. പക്ഷേ നിങ്ങളെ മുക്കിക്കളയാൻ ശ്രമിക്കും മറ്റെല്ലാ ചിന്തകളും വന്നിട്ട് എന്നാണ് മഹർഷി പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടല്ലേ, അധികം സമയം നമുക്ക് ധ്യാനിക്കാൻ പറ്റാറില്ല, കാരണം പലതരം ചിന്തകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ധ്യാനം ഒരു ഫൈറ്റാണ് എന്ന് മഹർഷി പറയുകയാണ്. ദ ഗുഡ് തോട്ട് മസ്റ്റ് ഗ്രാജുവലി ഗെയിൻ സ്ട്രെങ്ത് ബൈ റിപ്പീറ്റഡ് പ്രാക്ടീസ്. എന്താ വേണ്ടത്? ആവർത്തിച്ചുള്ള പരിശീലനമാണ് വേണ്ടത്. ഈ ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെ നല്ല ചിന്തകൾ ക്രമേണ ശക്തി പ്രാപിക്കും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണോ, നമ്മൾ ഏത് തരം മെഡിറ്റേഷനാണോ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഗുഡ് തോട്ട് എന്ന് പറയുന്നത് അല്ലേ. അതിലേക്ക് നമുക്ക് മനസ്സ് കേന്ദ്രീകരിക്കാൻ സാധിക്കും, അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. ആഫ്റ്റർ ഇറ്റ് ഹാസ് ഗ്രോൺ സ്ട്രോങ് ദി അതർ തോട്ട്സ് വിൽ ബി പുട്ട് ടു ഫ്ലൈറ്റ്. ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത നമുക്ക് ആവശ്യമുള്ള വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമ്പോൾ മറ്റ് ചിന്തകൾ പറന്നു പോകുമെന്ന് മഹർഷി പറയുന്നു. ദിസ് ഇസ് ദ ബാറ്റിൽ റോയൽ ഓൾവേസ് ടേക്കിംഗ് പ്ലേസ് ഇൻ മെഡിറ്റേഷൻ. ധ്യാനത്തിൽ എല്ലായ്പ്പോഴും നടക്കുന്ന ബാറ്റിൽ റോയൽ ആണിത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും അത്ര എളുപ്പമൊന്നുമല്ല, കാരണം പല വിഷയങ്ങൾ നമ്മുടെ ലൈഫിലുള്ള സമയത്ത് നമുക്ക് ധ്യാനിക്കാനും വിഷമമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? വളരെ ഭംഗിയായി ഭഗവത്ഗീതയിൽ 4 ശ്ലോകങ്ങളിലായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് മഹർഷിയും പറയുന്നത്. ഭഗവത്ഗീതയിൽ 12ാമത്തെ അധ്യായം ഭക്തിയോഗയാണ്. അതിൽ 8ാമത്തെ ശ്ലോകത്തിൻ്റെ മീനിങ് ഇതാണ്. കൃഷ്ണൻ പറയാണ് അർജുനോട്,
ഫിക്സ് യുവർ മൈൻഡ് ഓൺ മീ ഓൺലി. നിന്റെ മനസ്സ് എന്നിൽ മാത്രം ഉറപ്പിക്കൂ. പ്ലേസ് യുവർ ഇൻ്റലക്റ്റ് ഇൻ മീ. നിന്റെ ബുദ്ധി എന്നിൽ സ്ഥാപിക്കൂ. ദെൻ യു ഷാൽ നോ ഡൗട്ട് ലിവ് ഇൻ മീ എലോൺ ഹിയർ ആഫ്റ്റർ. അപ്പോൾ നിങ്ങൾ സംശയമില്ലാതെ എന്നിൽ മാത്രം വസിക്കും എന്നാണ് പറയുന്നത്. മനസ്സും ബുദ്ധിയും എന്നിൽ ഉറപ്പിച്ചു വെക്കാനാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ നിനക്കൊരു സംശയവുമില്ലാതെ എന്നിൽ തന്നെ സ്ഥിതി ചെയ്യാൻ സാധിക്കുമെന്നാണ് കൃഷ്ണൻ പറയുന്നത്. നമ്മൾ ഓൾറെഡി റിട്രീറ്റ് ലീവ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ കൃഷ്ണൻ എന്ന് പറയുന്ന ആരാണ്? ഇറ്റ് ഈസ് എ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ചൈതന്യമുണ്ടല്ലോ, ആ സെൽഫ് നിങ്ങളാകുന്ന ഈഗോനോട് പറയുകയാണ് എന്നിൽ മനസ്സുറപ്പിക്കാൻ. നമ്മളെവിടെയാണ് സാധാരണഗതിയിൽ മനസ്സുറപ്പിക്കുന്നത്? പുറമെയുള്ള വസ്തുക്കളിലാണ്, വേൾഡിലാണല്ലേ. വേൾഡിൽ മനസ്സുറപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ മാറില്ല. വേൾഡ് എന്ന് പറയുമ്പോൾ അവിടെ ചിന്തകളും വന്നു. സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ ഒബ്ജക്ട്സ് ആണ് നമ്മളുടെ വിഷയം. അപ്പോൾ എന്താ വേണ്ടത്? സെൽഫിലേക്ക് വേണം പോകാൻ. സെൽഫിലേക്കുള്ള പോകാനുള്ള വഴി എന്താണ്? ഈഗോയിലൂടെ മാത്രമേ ഉള്ളൂ. ഈഗോ ആണല്ലോ സെൽഫിനെ മറച്ചത്. ആവരണം പഠിച്ചുവല്ലോ. അപ്പോൾ അത് മാറണമെങ്കിൽ ഞാൻ ആര് എന്ന ആ പ്രോസസ്സ് തന്നെ വേണം. അപ്പോഴേ ആ മറ നീങ്ങുള്ളൂ, അപ്പോഴേ ആ വാതിൽ തുറക്കുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ആ സെൽഫിൽ മനസ്സിനെ ഉറപ്പിച്ചു വെക്കാൻ കഴിയുക. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഇഫ് യു ആർ അണേബിൾ ടു ഫിക്സ് യുവർ മൈൻഡ് സ്റ്റഡിലി ഓൺ മീ, ദെൻ ബൈ അഭ്യാസ യോഗ സീക്ക് ടു റീച്ച് മീ. മഹർഷി പറഞ്ഞ അതേ കാര്യമല്ലേ. നിങ്ങളുടെ മനസ്സ് എന്നിൽ സ്ഥിരമായി സ്ഥാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അഭ്യാസയോഗ, പരിശീലന യോഗയിലൂടെ എന്നിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നാണ്. അതായത് ജ്ഞാനമാർഗം നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മെഡിറ്റേഷൻ ഉപയോഗിക്കാനാണ് പറയുന്നത്, ധ്യാനത്തിലേക്ക് പോകാനാണ് പറയുന്നത്. അഭ്യാസയോഗ പലതരം പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞു ജ്ഞാനമാർഗം, അതാണ് ആത്മവിചാരം, ഇൻവെസ്റ്റിഗേഷൻ, സെൽഫ് എൻക്വയറി. ഇതെല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, പല വിഷയങ്ങൾ കാരണം. അപ്പം എന്ത് വേണം? സ്ലോലി, അതിനെക്കാട്ടും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് അഭ്യാസം. അതിലേക്ക് പോകാനാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഇഫ് യു ആർ അണേബിൾ ടു പ്രാക്ടീസ് അഭ്യാസ യോഗ ഓൾസോ ബി ഇൻറ്റെൻറ്റ് ഓൺ ഡൂയിങ് ആക്ഷൻസ് ഫോർ മൈ സേക്ക്. എത്ര എളുപ്പമുണ്ട് നോക്കൂ. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുക, അഭ്യാസയോഗ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുക. ബി ഇൻറ്റെൻറ്റ് ഓൺ ഡൂയിങ് ആക്ഷൻസ് ഫോർ മൈ സേക്ക്. എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതിൽ ഞാൻ ഇല്ല എന്ന ഭാവത്തോടു കൂടി ചെയ്യണം. അപ്പോഴേ എനിക്ക് വേണ്ടിയാവുള്ളൂ, സെൽഫിന് വേണ്ടിയാവുള്ളൂ അല്ലേ. ഈവൺ ബൈ ഡൂയിങ് ആക്ഷൻസ് ഫോർ മൈ സേക്ക് യു ഷാൽ അറ്റൈൻ പെർഫെക്ഷൻ. അപ്പോൾ നീ ഈശ്വരനെ പ്രാപിക്കുന്നു പറയുന്നത്. ഫലേച്ഛ കൂടാതെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ എന്ന ഭാവത്തോടു കൂടിയാണ്. ഇതൊക്കെയാണ് ശരിക്കും ആവരണങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സെൽഫിലേക്ക് എത്താൻ കഴിയാത്തത്. അപ്പോൾ ആദ്യം വിചാരം ചെയ്യാൻ പറഞ്ഞു, അത് പറ്റാത്തവർക്ക് ധ്യാനം പറഞ്ഞു, അത് പറ്റാത്തവർക്ക് കർമ്മമാർഗമുണ്ട്. അതെങ്ങനെ കർമ്മം ചെയ്യണം എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഇഫ് യു ആർ അണേബിൾ ടു ഡു ഈവൺ ദിസ്, ഇനി ഇതും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ദെൻ ടേക്ക് റെഫ്യൂജ് ഇൻ മീ. എന്നിൽ ശരണം പ്രാപിക്കാനാണ് പറയുന്നത്, സറണ്ടറാ പറയുന്നത്. അബാൻഡൺ ദ ഫ്രൂട്ട്സ് ഓഫ് ഓൾ ആക്ഷൻസ് ബീയിങ് സെൽഫ് കൺട്രോൾഡ്. മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് കർമ്മഫലങ്ങൾ ത്യജിക്കാനാണ് പറയുന്നത്. സറണ്ടർ ചെയ്ത ശേഷം നിങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം ഇച്ഛിക്കാതെ അബാൻഡണിങ് ദ ഫ്രൂട്ട്സ് ഓഫ് ഓൾ ആക്ഷൻസ്, മനസ്സിനെ ശരിക്കും കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞില്ലേ. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. 12ാമത്തെ ശ്ലോകത്തിൽ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് പറയുന്നുണ്ട്. ബെറ്റർ ഇൻഡീഡ് ഇസ് നോളജ് ദാൻ അഭ്യാസ. നോളജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാലിറ്റി, ആ സത്യം എന്താണ് എന്ന അറിവാണ്, വസ്തുബോധം. ബെറ്റർ ഇൻഡീഡ് ഇസ് നോളജ് ദാൻ അഭ്യാസ. വസ്തുബോധം ധ്യാനാഭ്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്. അപ്പം ഏറ്റവും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് നോളജ്, ജ്ഞാനമാർഗം. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ പ്രാക്ടീസ് തന്നെ. ധ്യാന വിത്ത് നോളജ് ഈസ് മച്ച് സുപ്പീരിയർ. വെറുതെ ധ്യാനം ചെയ്തിട്ട് കാര്യമില്ല. കുറേ ആൾക്കാർക്ക് ധ്യാനം ഒരു പ്രാക്ടീസ് മാത്രമാണ്. അവരെന്തിനാണ് ആ ധ്യാനം ചെയ്യുന്നത് അവർക്കറിയില്ല. അപ്പോൾ ഇവിടെ പറയാണ് ധ്യാന വിത്ത് നോളജ്. നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മഹർഷിയുടെ ടീച്ചിങ്സ് ഒക്കെ നോക്കുന്നത് ശരിക്കും ജ്ഞാനമാണ് അല്ലേ.
ആ ജ്ഞാനത്തിൻ്റെ അറിവുണ്ടല്ലോ, ആ അറിവിലൂടെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ അത് സുപ്പീരിയർ ആയിട്ട് വരും. സെൽഫ് എൻക്വയറി പ്രാക്ടീസ് നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി. അത് ജ്ഞാനമാണ്. അതില്ലാതെ നമുക്ക് ധ്യാനം ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല. ആ അറിവ് ഉപയോഗിച്ച് നമ്മൾ ധ്യാനിക്കണം. ആ അറിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ചെയ്യേണ്ടത് മഹർഷി പറഞ്ഞു തന്നിട്ടുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് കൃത്യമായി ധ്യാനം ചെയ്യുമ്പോൾ അത് സുപ്പീരിയർ ആയി മാറി എന്നാണ് പറയുന്നത്. വിത്ത് ദിസ് ധ്യാന റിനൗൺസിയേഷൻ ഓഫ് ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻസ് കംസ് ഈസി. ഈ രീതിയിൽ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് കർമ്മഫലേച്ഛ ത്യാഗം അത് എളുപ്പമാകുമെന്ന് പറയുന്നു. അതല്ലെങ്കിൽ ഈസി അല്ല എന്നർത്ഥം. അത്ര എളുപ്പമല്ല. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഒരു ഫലം ഇച്ഛിക്കും. ആ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് എളുപ്പമാകണമെങ്കിൽ ധ്യാനിക്കണം. ഏത് രീതിയിൽ? ജ്ഞാനത്തിൻ്റെ അറിവിലൂടെ ധ്യാനിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈസി ആയിട്ട് വരും. വിത്ത് റിനൗൺസിയേഷൻ പീസ് ഫോളോസ് ഇമ്മീഡിയറ്റ്ലി. അങ്ങനെ നീ ശാന്തി അനുഭവിക്കുമെന്നാണ് പറഞ്ഞത്. ഇത്ര ബ്യൂട്ടിഫുൾ ആണ് നോക്കൂ. പക്ഷെ പല പുസ്തകങ്ങളിലും ഇത് തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. പല വ്യാഖ്യാനങ്ങളും പറയുന്നത്, രണ്ടാമത്തെ വരിയിൽ പറയുന്നത് ധ്യാന വിത്ത് നോളജ് ഇസ് മച്ച് സുപ്പീരിയർ എന്ന് പറയുന്നതിന് പകരം ധ്യാനമാണ് ജ്ഞാനത്തേക്കാൾ സുപ്പീരിയർ എന്ന് പറയുന്നത്. റിനൗൺസിയേഷനാണ് ധ്യാനത്തേക്കാൾ സുപ്പീരിയർ എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റാൻസസ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും അതല്ല കൃഷ്ണൻ ഉദ്ദേശിച്ചത്. കൃഷ്ണൻ ഉദ്ദേശിച്ചതാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ജ്ഞാനമാർഗം തന്നെയാണ്. ആ ജ്ഞാനത്തിൻ്റെ കൃത്യമായ ബോധത്തിലൂടെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് സുപ്പീരിയർ ആണ്. ജ്ഞാനാത് ധ്യാനം വിശിഷ്യത എന്നാണ് ശരിക്കും. ജ്ഞാനം ഹേതുവായുള്ള ധ്യാന സാധന ഏറ്റവും വിശേഷപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ആ ധ്യാനത്തിലൂടെ നമുക്ക് റിനൗൺസിയേഷൻ ഈസി ആയിരിക്കും. അതല്ലാതെ കർമ്മഫലേച്ഛ ത്യാഗം ഉണ്ടല്ലോ, കർമ്മഫലം ഇച്ഛിക്കാതെ നമ്മളിതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് അതിന് നമുക്ക് ഈഗോ നശിക്കണം. ഈഗോ നശിക്കണമെങ്കിൽ പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസ് കൃത്യമാകണമെങ്കിൽ നോളജ് വേണം. നമ്മളിപ്പോൾ കിട്ടുന്ന നോളജ് വെറുതെ വെച്ചാൽ പറ്റില്ല. ഇത് കേട്ടുപോയാൽ പറ്റില്ല. നമ്മളെല്ലാവരും റിട്രീറ്റിൽ പങ്കെടുത്തവരാണ്. റിട്രീറ്റിൽ പങ്കെടുത്തിട്ട് നമുക്ക് ജ്ഞാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള വഴി ലഭിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ അടുത്തെല്ലാം ഉണ്ട്. മാക്സിമം ടൈം പ്രാക്ടീസിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അപ്പോഴേ നമുക്ക് റിനൗൺസിയേഷൻ സാധ്യമാകും. അപ്പോഴേ നമുക്ക് ശാന്തത ലഭിക്കൂ. ഇത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ മാത്രമാണ് കൃത്യമായിട്ട് ഈ മീനിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പല പുസ്തകങ്ങളും പരിശോധിച്ചു, എല്ലാത്തിലും വേറെ രീതിയിലാണ് പറയുന്നത്. സോ ദിസ് ഇസ് ദ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഇതൊക്കെ തന്നെയാണ് മഹർഷിയും പറഞ്ഞിട്ടുള്ളത്. ധ്യാന, ഭക്തി, ജപ എക്സെട്ര ആർ എയ്ഡ്സ് ടു കീപ്പ് ഔട്ട് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് തോട്ട്സ്. ധ്യാനം, ഭക്തി, ജപം ഇതെല്ലാം ശരിക്കും പലതരം ചിന്തകളുണ്ടല്ലോ, ഈ ചിന്തകളെയൊക്കെ അകറ്റി നിർത്താനുള്ള സഹായികളാണ്. ഇതെല്ലാം ശരിക്കും നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഏകാഗ്രത ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലുള്ള എല്ലാവിധ നെഗറ്റിവിറ്റിയും പോകണം. മനസ്സിലുള്ള നെഗറ്റിവിറ്റി പോകണമെങ്കിൽ ചില പ്രാക്ടീസസ് ഒക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. അതിലേറ്റവും ശ്രേഷ്ഠമായത് ഈ ആത്മവിചാരം തന്നെയാണ്. പക്ഷേ ആത്മവിചാരം എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ആരും മനസ്സ് വിഷമിക്കരുത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള ധ്യാനത്തിലേക്ക് പോകണം. ധ്യാനം പറ്റിയില്ല വെച്ചാൽ കർമ്മം പ്രോപ്പറാകണം. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വഴി അതിൽ പിടിച്ചുകൊണ്ട് മുന്നേറുക. പക്ഷെ എപ്പോഴും മനസ്സ് ഈ സെൽഫിലേക്ക് എത്തണം എന്ന ഒരു ചിന്തയിൽ ആയിരിക്കണം ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചു കാലം നമുക്ക് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പറ്റുമോ. നമുക്ക് ഒരു 1-2 മാസം പലതരം പ്രാക്ടീസസ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡൊക്കെ ഒന്ന് ടൈംഡായി, ശാന്തമായി, ക്യൂവസൻ്റായി. വീണ്ടും ഇടയ്ക്കൊന്ന് ആത്മവിചാരം ചെയ്ത് നോക്കുക. ഇതുപോലെ ക്ലാസ്സിലൊക്കെ ഒന്ന് പങ്കെടുക്കുക. ടെക്നിക്ക് കിട്ടും. എപ്പോഴാണ് നിങ്ങൾക്കത് സാധ്യമാവുക എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കും. ഏറ്റവും താഴെ ലെവലിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം വിവേകൻ്റ് ആവും. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, എത്രത്തോളം തീവ്രമായ ഭക്തിയുണ്ട് നമുക്ക്. ഭക്തി ഫോർ അവർ ഓൺ സെൽഫ്, അതാണ് നിശ്ചയിക്കുന്നത് നമ്മളെപ്പോൾ എത്തുന്നത്. ഇത് സെക്കൻഡറി പ്രാക്ടീസായി എടുത്തു കഴിഞ്ഞാൽ വലിയ വിഷമമാണ്. ഇതൊരു പ്രൈമറി മാറ്ററായിട്ട് എടുക്കണം. കാരണം ദർ ഇസ് നോ പോയിന്റ് ലിവിങ് അതർവൈസ് അല്ലേ. ഇതറിയാതെ നമ്മൾ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല. എല്ലാം നമ്മൾക്ക് കൈവിട്ടു പോകും. ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കൂടെ. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സെൽഫ് മാത്രമാണ്. ആ സെൽഫിനെ അറിയാനുള്ള വഴികളെല്ലാം നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഹർഷിയും പറഞ്ഞു തന്നിട്ട് ആ വഴിക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. സോ പ്ലീസ് ക്ലോസ് യുവർ ഐസ്. Sit with your eyes closed.
ഞാൻ എന്ന ആ സത്യത്തിൽ മനസ്സ് ഉറപ്പിച്ചു വയ്ക്കുക. ഹൂ am I? ഞാൻ ആര് എന്നന്വേഷിക്കുക. ഞാനിലേക്ക് ഞാൻ ശ്രദ്ധ കൊടുക്കുമ്പോൾ എന്തെല്ലാം അറിയാൻ സാധിക്കുന്നു. ആരാണ് ഇതെല്ലാം അറിയുന്നത് എന്നന്വേഷിക്കുക. ഏതെങ്കിലും ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നാൽ വിഷമിക്കേണ്ടതില്ല. ആർക്കാണ് ചിന്ത വരുന്നത് എന്നന്വേഷിച്ചാൽ മാത്രം മതി. ആരിലേക്കാണ് ഈ ചിന്തകൾ വരുന്നത് അതറിയാൻ ശ്രമിക്കുക. എന്നിലേക്കാണ് എന്ന് ഉത്തരം ലഭിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആര് എന്ന് അന്വേഷിക്കുക. നമ്മിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞാൻ എന്ന ബോധസത്യത്തിൻ്റെ ഉറവിടം അന്വേഷിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടേയിരിക്കുക. യു ആർ ദ സെൽഫ്. യു ആർ എവ്രിതിങ്. ഈ പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിലാണ് ഉള്ളത്. മനസ്സാകുന്ന ആവരണം ഉപയോഗിച്ച് നമ്മൾ ലോകത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ മനസ്സാകുന്ന മറ നിൽക്കുന്നത് എന്നിലാണ്, സെൽഫിലാണ്. ആ ഞാൻ ആര് എന്ന് ഭക്തിയോടെ സ്നേഹത്തോടെ അന്വേഷിക്കുക. With a deep sense of surrender, investigate the I. Place your awareness there, in the I. ഓരോന്നിനെയും മാറ്റി നിർത്തിക്കൊണ്ട് bring your attention to the I. I am that I. ഈ ശരീരം സെൽഫിലാണുള്ളത്. മനസ്സ് സെൽഫിലാണുള്ളത്. എല്ലാ കോശങ്ങളും സെൽഫിലാണുള്ളത്. ചിന്തകളുടെ ലോകത്തിൽ നിന്നും ഈശ്വരന്റെ സ്ഥാനമായ ഹൃദയത്തിലേക്ക് ഡിസെൻഡിങ് into your heart region. Who am I എന്ന പ്രോസസ് കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് ഫീലിംഗ് ദ ബ്ലിസ് ഓഫ് ദ സെൽഫ് ദാറ്റ് യു ആർ. Who am I? Whence am I?
ആയി എന്ന ഫീലിങ്ങിൽ മനസ്സ്, ബുദ്ധി ഇവ ഉറപ്പിച്ചു വയ്ക്കുക. Gently open your eyes. Thank you. Thank you so much.